സ്നേഹം ഏറ്റവും മഹത്തായ വികാരം. ജെയിംസ് റേ, തത്വചിന്തകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, സമ്പൽ സമൃദ്ധിയും മനുഷ്യശേഷിയും എന്ന പരിപാടിയുടെ സ്രഷ്ടാവ്. മാനസികമായ സുഖാനുഭവമുണ്ടാവുക എന്ന തത്വം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ ബാധകമാണ്. ഓമന മൃഗങ്ങൾ നിങ്ങളെ വിശിഷ്ടമായ വൈകാരികാവസ്ഥയിൽ എത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വളർത്തുമൃഗത്തെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിശിഷ്ടമായ ആ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകളെ കൊണ്ടുവരുന്നു. മഹത്തായ ഒരു വരദാനമാണത്. ചിന്തയുടെയും സ്നേഹത്തിൻ്റെയും സംയോജനമാണ് ആകർഷണ നിയമത്തിൻ്റെ ചെറുക്കാനാവാത്ത ശക്തിയായി മാറുന്നത്. ചാൾസ് ഹാനൽ. സ്നേഹത്തിൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തിലില്ല. നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ തരംഗദൈർഘ്യം സ്നേഹം എന്ന വികാരത്തിൻ്റേതാണ്. നിങ്ങളുടെ ചിന്തകളെ സ്നേഹം കൊണ്ട് പൊതിയാൻ കഴിഞ്ഞാൽ, ചുറ്റുപാടുമുള്ള എന്തിനേയും ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കും. വാസ്തവത്തിൽ കഴിഞ്ഞ കാലത്തെ മഹാന്മാരായ ചില ചിന്തകർ ആകർഷണ നിയമത്തെ സ്നേഹത്തിൻ്റെ നിയമം എന്ന് വിളിച്ചിരുന്നു. ഒന്നാലോചിച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. ആരെക്കുറിച്ചെങ്കിലും കനിവില്ലാത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ആ കനിവില്ലാത്ത ചിന്തകൾ യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ അനുഭവിക്കും. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മറ്റാരെയും ദ്രോഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് നിങ്ങളെ തന്നെ ദ്രോഹിക്കുകയേയുള്ളൂ. സ്നേഹമാണ് നിങ്ങളുടെ ചിന്തകളിലുള്ളതെങ്കിൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് ആരായിരിക്കും? നിങ്ങൾ തന്നെ. അതിനാൽ നിങ്ങളുടെ പ്രബലമായ ഭാവം സ്നേഹമാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന തരംഗദൈർഘ്യത്തിലാണ്. അതിനാൽ ആകർഷണ നിയമം അഥവാ സ്നേഹത്തിൻ്റെ നിയമം അതിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രതികരിക്കും. നിങ്ങൾ അനുഭവിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ഉന്നതമായ സ്നേഹമാണോ അത്രയും ഉന്നതമായൊരു ശക്തിയെയാണ് നിങ്ങൾ സ്വാധീനത്തിലാക്കുന്നത്. ചിന്തകൾക്ക് അതുമായി ബന്ധപ്പെട്ട വസ്തുവിനോട് ബന്ധം സ്ഥാപിക്കുവാനും അതുവഴി മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ പ്രതികൂല അനുഭവങ്ങളെയും കീഴടക്കാനും വിശിഷ്ടമായ ശക്തി നൽകുന്നത് സ്നേഹം എന്നുകൂടി പേരുള്ള ആകർഷണ നിയമമാണ്. എല്ലാ തത്വശാസ്ത്രങ്ങളിലും മതങ്ങളിലും ശാസ്ത്രങ്ങളിലും അന്തർലീനമായിട്ടുള്ള ശാശ്വതവും പ്രാഥമികവുമായിട്ടുള്ള തത്വമാണ് ഇത്. സ്നേഹത്തിൻ്റെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ചിന്തകൾക്ക് ഊർജം പകരുന്ന വികാരമാണത്. വികാരം എന്നത് മോഹമാണ്. മോഹം സ്നേഹമാണ്. സ്നേഹത്താൽ സമ്പുഷ്ടമാക്കിയ ചിന്ത അജയ്യമാണ്. ചാൾസ് ഹാനൽ. മാർസി ഷിമോഫ്. സ്വന്തം ചിന്തകളെ മനസ്സിലാക്കാനും നിങ്ങളുടെ അധീനതയിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പോൾ സ്വന്തം യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ സൃഷ്ടിക്കാനാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യവും ശക്തിയും. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാക്യം മാർസി ഷിമോഫ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യജീവിക്ക് സ്വയം ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ പ്രപഞ്ചം സൗഹാർദ്ദപരമാണോ? ആകർഷണ തത്വം മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം അതെ, ഈ പ്രപഞ്ചം തികച്ചും സൗഹാർദ്ദപരമാണ് എന്നായിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ഈ രീതിയിൽ മറുപടി പറയുമ്പോൾ ആകർഷണ നിയമപ്രകാരം നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകണം. ആൽബർട്ട് ഐൻസ്റ്റീൻ രഹസ്യമറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ശക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഈ ചോദ്യം നമ്മളെ ചിന്തിക്കാനും എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനും നിർബന്ധിതരാക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ അദ്ദേഹം നമുക്ക് ഒരു അവസരം നൽകുകയായിരുന്നു. ഐൻസ്റ്റീൻ്റെ ഈ ഉദ്ദേശത്തെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഉറപ്പോടെ പ്രഖ്യാപിക്കാൻ കഴിയും: ഇത് വിശിഷ്ടമായൊരു പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം എല്ലാ നന്മകളും എനിക്ക് തരുന്നു. പ്രപഞ്ചം എല്ലാ കാര്യത്തിലും എനിക്കായി ഉപജാപം നടത്തുന്നു. പ്രപഞ്ചം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് പിന്തുണ നൽകുന്നു. പ്രപഞ്ചം എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉടൻ നിറവേറ്റിത്തരുന്നു. ഇത് ഒരു സൗഹാർദ്ദപരമായ പ്രപഞ്ചം തന്നെയാണ്. ജാക്ക് കാൻഫീൽഡ്. ഞാൻ രഹസ്യം പഠിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ശരിക്കും ഒരു മാസ്മരികത കൈവന്നു. എല്ലാവരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ദിവസേന ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. $4.5 ദശലക്ഷം വിലയുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രാണനെ പോലെ ഒരു ഭാര്യയുണ്ട്. ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വിനോദയാത്ര നടത്തിയിട്ടുണ്ട്. ഞാൻ പർവ്വതങ്ങൾക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. സാഹസിക യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചത്, തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ബോബ് പ്രോക്ടർ. നിങ്ങൾ രഹസ്യം ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങിയാൽ ജീവിതം തികച്ചും ആശ്ചര്യകരമാക്കാൻ കഴിയും. അങ്ങനെയാകണം. തീർച്ചയായും അത് അങ്ങനെയാകും. ഇത് നിങ്ങളുടെ ജീവിതമാണ്. അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ജീവിതം എന്നത് കഠിനവും ദുരിതപൂർണവുമായിരിക്കുമെന്നാണ് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് കഠിനവും ദുരിതപൂർണവുമായ ഒരു ജീവിതമായിരിക്കാം.
ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക, ജീവിതം അത്ര എളുപ്പമാണ്. ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക, ജീവിതം എത്ര എളുപ്പമാണ്, ജീവിതം എത്ര മനോഹരമാണ്, എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ അഗാധതയിൽ ഒരു സത്യം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ സത്യം ഇതാണ്: ജീവിതത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ നന്മകളും നിങ്ങൾ അർഹിക്കുന്നു. ജന്മസിദ്ധമായി നിങ്ങൾക്ക് അതറിയാം. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങളില്ലാത്ത അവസ്ഥ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജന്മാവകാശമാണ്. നിങ്ങളെ നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കാനുള്ള വിശിഷ്ടമായ ഒരു ഉപകരണമാണ് ആകർഷണ തത്വം. വിസ്മയകരമായ ജീവിതത്തിലേക്ക്, നിങ്ങൾ എന്ന ഉജ്ജ്വലമായ വ്യക്തിത്വത്തിലേക്ക് സ്വാഗതം. രഹസ്യം, രത്നച്ചുരുക്കം. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ്. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ്. നിങ്ങൾ നിരന്തരമായ ചിന്തകളിലൂടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങൾക്ക് അനുഭവമായി വരില്ല. നിങ്ങൾ നിരന്തരമായ ചിന്തകളിലൂടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങൾക്ക് അനുഭവമായി വരില്ല. നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്തു വികാരം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പെട്ടെന്ന് അറിയാനുള്ള ഒരു ഉപകരണമാണ് വികാരസ്തോഭങ്ങൾ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പെട്ടെന്ന് അറിയാനുള്ള ഉപകരണമാണ് വികാരസ്തോഭങ്ങൾ. ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും ഉത്തമമായ വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും ഉത്തമമായ വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗദൈർഘ്യം. നിങ്ങൾ ഏത് തരംഗദൈർഘ്യത്തിലാണെന്ന് നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മോശമായി തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തരംഗങ്ങൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ വികാരങ്ങളിൽ സുഖാനുഭവമാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ അതിശക്തമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗദൈർഘ്യം. നിങ്ങൾ ഏത് തരംഗദൈർഘ്യത്തിലാണെന്ന് നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മോശമായി തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തരംഗങ്ങൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ വികാരങ്ങളിൽ സുഖാനുഭവമാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ അതിശക്തമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. സുഖമുള്ള ഓർമ്മകൾ, പ്രകൃതി, ഇഷ്ടപ്പെട്ട സംഗീതം തുടങ്ങിയ ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റാൻ കഴിയും. അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റും. സുഖമുള്ള ഓർമ്മകൾ, പ്രകൃതി, ഇഷ്ടമായ സംഗീതം തുടങ്ങിയ ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റാൻ കഴിയും. അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റും. സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗദൈർഘ്യം. എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരും. സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗദൈർഘ്യം. എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരും.